ഇവിടെ ഒരു ജയിലിൽ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതെല്ലാം വളരെ ഡീപ്പായി ചെക്ക് ചെയ്യുന്നു. കാരണം കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ ചെറിയൊരു വസ്തു പോലും കിട്ടാൻ പാടില്ല. പക്ഷെ ഇവനൊരു സാധാരണ കുറ്റവാളിയല്ല. അവൻ ഓൾറെഡി ഒരു മിറർ പീസ് ആരും കാണാതെ അകത്തേക്ക് കൊണ്ടുവന്നിരുന്നു. ഒരു ദിവസം ആ മിറർ പീസ് പൊട്ടിച്ചവൻ ആവശ്യമായ ഒരു പീസ് മാത്രം എടുത്തിട്ട് ബാക്കിയെല്ലാം ക്ലോസറ്റിൽ ഇടുന്നു. പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് അവിടേക്ക് ഗാർഡ്സ് ചെക്കിങ്ങിനായി വരുന്നു. അവിടെയുള്ള ഓരോരുത്തരെയായി ചെക്ക് ചെയ്ത് പുറത്തേക്ക് അയക്കുന്നു. പക്ഷെ ഫുള്ളായി ചെക്ക് ചെയ്താൽ ടോയ്ലറ്റിലുള്ളത് കാണും. ഭാഗ്യത്തിന് ടോയ്ലറ്റ് പുറത്തുനിന്ന് ഫ്ലഷ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഇവൻ പുറത്തേക്ക് പോയതും ഫ്ലഷ് ചെയ്യുന്നു. അപ്പോൾ സംശയം തോന്നിയ ഗാർഡ്സ് എത്തി നോക്കിയതും ഞാൻ യൂസ് ചെയ്തിട്ട് ഫ്ലഷ് ചെയ്യാൻ മറന്നതാണെന്ന് പറഞ്ഞ് ഹാൻഡിൽ ചെയ്യുന്നു. റൂം മുഴുവനും ചെക്ക് ചെയ്തിട്ടും ഒന്നും കിട്ടാത്തത് കൊണ്ട് അവർ അവിടെ നിന്ന് പോകുന്നു. പിറ്റേ ദിവസം ഇവൻ ആ മിറർ പീസ് ഒരു ബ്രഷിന്റെ എൻഡിൽ വെച്ച് കെട്ടുന്നു. അതിനുശേഷം കീ ഹോൾ വഴി പുറത്തേക്കിട്ട് നോക്കിയതും പാറാവിലുള്ള ഗാർഡ്സിനെ കാണാൻ സാധിക്കുന്നു. ഗാർഡ്സ് ആരും അടുത്തേക്ക് വരുന്നില്ലെന്ന് മനസ്സിലാക്കിയവൻ അവരുടെ മടക്കുകട്ടിലിൽ നിന്ന് ഒരു അയൺ പീസ് ഊരിയെടുക്കുന്നു. അവസാനം അവൻ വിചാരിച്ചതുപോലെ തന്നെ ഫ്ലോറിലെ വുഡ് ഇളക്കിയെടുത്ത് കോൺക്രീറ്റ് തകർക്കാൻ തുടങ്ങുന്നു. ഉടനെ കൂടെ ഉണ്ടായിരുന്ന ഒരു തടവുകാരൻ ശബ്ദം കേട്ടാൽ പിടിക്കപ്പെടുമെന്ന് പറയുന്നു. പക്ഷെ ഇവനെല്ലാം പ്ലാനിങ്ങോടെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം അന്ന് തന്നെ അടുത്ത സെല്ലിലെ ടോയ്ലറ്റ് റിപ്പയർ ചെയ്യുകയാണ്. രണ്ട് ശബ്ദവും ഒന്നിച്ചു കേട്ടതും ആർക്കും സംശയം തോന്നുന്നില്ല. സെല്ലിലുണ്ടായിരുന്ന 5 പേരും മാറി മാറി കുഴിച്ച് ആ ഫ്ലോർ തകർക്കുന്നു. അതിനുശേഷം ഇവൻ തീ കത്തിച്ച് അകത്തേക്കിട്ടതും എയർ ഫ്ലോ കറക്റ്റ് ആയി കണ്ടെത്തുന്നു. അവർ പ്ലാൻ ചെയ്തതുപോലെ തന്നെ അവർ അന്വേഷിച്ച ടണൽ കണ്ടെത്തുന്നു. അതിനുശേഷം വീണ്ടും ഫ്ലോർ അടച്ചവർ സമയം കിട്ടുമ്പോഴെല്ലാം ടണലിന്റെ എഡ്ജ് തകർക്കാൻ ശ്രമിക്കുന്നു. അവസാനം ദിവസങ്ങളോളം ട്രൈ ചെയ്ത് ആ ടണലിന്റെ ചുവർ തകർത്ത് ഡ്രെയിനേജിലേക്ക് വന്നവർ ഒരു വിധത്തിൽ ജയിലിൽ നിന്ന് എസ്കേപ്പ് ആവുന്നു.